ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്രക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരപി നിഗമൈർഗീയമാനസ്വരൂപം ത്രിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമക്രന്ദവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വം ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിദം ത്രക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരപി നിഗമൈർഗീയമാനസ്വരൂപം ത്രിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വം. 98-ാം ദശകം 9-ാം ശ്ലോകമാണ് ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ ത്രിഗുണമയമിദം ഇദം ത്രൈലോക്യം ഭാവയന്തം. ത്രിഗുണമയമിദം, ത്രിഗുണമയം ഇദം ത്രൈലോക്യം ഭാവയന്തം. അതിമനോഹരമായ ഒരു ശ്ലോകം. ത്രിഗുണമയം ഇദം ത്രൈലോക്യം ഭാവയന്തം. ഗുരുവായൂരപ്പ, ത്രിഗുണാത്മകമായ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനും ആണ്. ത്രിഗുണമയം ഇദം ത്രൈലോക്യം ഭാവയന്തം എന്ന് പറയുമ്പോൾ ത്രിഗുണാത്മകമായ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനും. ത്രിഗുണാത്മകം എന്ന് പറയുമ്പോൾ 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതാണ് ത്രിഗുണാത്മകമായ 3 ലോകങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർഗം, ഭൂമി, പാതാളം. അതാണ് പറഞ്ഞ ത്രിഗുണമയം ഇദം ത്രൈലോക്യം ഭാവയന്തം. ത്രിഗുണാത്മകമായ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനും. പിന്നെ പറയണു ത്രക്ഷരസ്യ ഏകവാച്യം. ത്രക്ഷരസ്യ ഏകവാച്യം എന്ന് പറയുമ്പോൾ 3 അക്ഷരമുള്ള പ്രണവത്തിന്റെ മുഖ്യ അർത്ഥമായിരിക്കുന്നവനും എന്നാണ്. ത്രക്ഷരസ്യ ഏകവാച്യം എന്ന് പറയുമ്പോൾ 3 അക്ഷരമുള്ള പ്രണവത്തിന്റെ, അതായത് ഓംകാരത്തിന്റെ മുഖ്യ അർത്ഥമായിരിക്കുന്നവനും. ആ ഉ മ 3 അക്ഷരം ഓംകാരം എന്ന് പറയാം. ആ ഉ മ ഓംകാരം. അതാണ് പറഞ്ഞ ത്രക്ഷരസ്യ ഏകവാച്യം. 3 അക്ഷരമുള്ള പ്രണവത്തിന്റെ മുഖ്യ അർത്ഥമായിരിക്കുന്നവനും. പിന്നെ പറയണു ത്രീശാനാം ഐക്യരൂപം. ത്രീശാനാം ഐക്യരൂപം എന്ന് പറയുമ്പോൾ 3 മൂർത്തികൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനും എന്നാണ്. ത്രീശാനാം ഐക്യരൂപം, 3 മൂർത്തികൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനും. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതാണ് പറഞ്ഞ ത്രീശാനാം ഐക്യരൂപം, 3 മൂർത്തികളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനും.
പിന്നെ പറഞ്ഞു ത്രിഭി നിഗമൈഹി അപി ഗീയമാനസ്വരൂപം. ത്രിഭി നിഗമൈഹി അപി ഗീയമാന സ്വരൂപം എന്ന് പറയുമ്പോൾ മൂന്ന് വേദങ്ങളും പാടി പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോട് കൂടിയവനും എന്നാണ്. അതാണ് ത്രിഭി നിഗമൈഹി അപി ഗീയമാന സ്വരൂപം എന്ന് പറയുമ്പോൾ 3 വേദങ്ങളും പാടി പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോട് കൂടിയവനും. വേദങ്ങൾ സ്തുതിക്കുന്നത് ഗുരുവായൂരപ്പ അവിടുത്തെയാണല്ലോ. അതാണ് പറഞ്ഞ ത്രിഭി നിഗമൈഹി അപി ഗീയമാന സ്വരൂപം. 3 വേദങ്ങളും പാടി പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോട് കൂടിയവനും. 3 വേദങ്ങൾ പറയുമ്പോൾ 3 വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം. ത്രിഭി നിഗമൈഹി അപി ഗീയമാന സ്വരൂപം. 3 വേദങ്ങളും പാടി പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോടു കൂടിയവനും. പിന്നെയോ ത്രിസ്രോവസ്ഥാവിദന്തം. ത്രിസ്രോവസ്ഥാവിദന്തം എന്ന് പറയുമ്പോൾ 3 അവസ്ഥകളെയും അറിയുന്നവനും. ത്രിസ്രോവസ്ഥാവിദന്തം 3 അവസ്ഥകളെയും അറിയുന്നവനും. 3 അവസ്ഥകൾ എന്ന് പറയുമ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പോ ത്രിസ്രോവസ്ഥാവിദന്തം 3 അവസ്ഥകളെയും അറിയുന്നവനും. പിന്നെ പറയണു ത്രിയുഗജനിജുഷം. ത്രിയുഗജനിജുഷം എന്ന് പറയുമ്പോൾ 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും. ത്രിയുഗജനിജുഷം 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും. 3 യുഗങ്ങളിൽ അവതരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃതയുഗത്തിൽ ജനങ്ങൾ ധർമ്മിഷ്ഠന്മാരായിരിക്കും. അതുകൊണ്ട് കൃതയുഗത്തിൽ അവതാരമില്ല. അതുകൊണ്ടാണ് ത്രിയുഗജനിജുഷം 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും എന്ന് പറഞ്ഞത്. അപ്പോ ത്രിയുഗജനിജുഷം എന്ന് പറയുമ്പോൾ 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും. ത്രിക്രമാക്രാന്ത വിശ്വം എന്ന് പറയണം. ത്രിക്രമാക്രാന്ത വിശ്വം 3 അടികൾ കൊണ്ട് ലോകങ്ങളെ ആക്രമിച്ചവനും. ത്രിക്രമാക്രാന്ത വിശ്വം എന്ന് പറയുമ്പോൾ 3 അടികൾ കൊണ്ട് ലോകങ്ങളെ ആക്രമിച്ചവനും. വാമനമൂർത്തിയുടെ കഥ ഇവിടെ സ്മരിക്കാം. മഹാത്മാവായ മഹാബലിയുടെ കഥ ഇവിടെ സ്മരിക്കാം. അതാണ് പറഞ്ഞ ത്രിക്രമാക്രാന്ത വിശ്വം. 3 അടികൾ കൊണ്ട് ലോകങ്ങളെ ആക്രമിച്ചവനും. പിന്നെയോ ത്രൈകാല്യേ ഭേദഹീനം എന്ന് പറയണു. ത്രൈകാല്യേ ഭേദഹീനം എന്ന് പറയുമ്പോൾ 3 കാലങ്ങളിലും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും. ത്രൈകാല്യേ ഭേദഹീനം 3 കാലങ്ങളിലും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും. 3 കാലങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. അതാണ് പറഞ്ഞ ത്രൈകാല്യേ ഭേദഹീനം 3 കാലങ്ങളിലും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും. അങ്ങനെയൊക്കെയുള്ള ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഭജിക്കുന്നു. ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് അനിശം ഭജേ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും
ഭജിക്കുന്നു. 3 യോഗം എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അതാണ് പറഞ്ഞ ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. ഗുരുവായൂരപ്പ, അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഭജിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ ത്രിഗുണമയം ഇദം ത്രൈലോക്യം ഭാവയന്തം. ത്രിഗുണാത്മകമായ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനും ത്രക്ഷരസ്യ ഏകവാച്യം 3 അക്ഷരങ്ങളുള്ള പ്രണവത്തിന്റെ മുഖ്യ അർത്ഥമായിരിക്കുന്നവനും ത്രീശാനാം ഐക്യരൂപം 3 മൂർത്തികളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനും ത്രിഭി നിഗമൈഹി അപി ഗീയമാന സ്വരൂപം 3 വേദങ്ങളും പാടിപ്പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോട് കൂടിയവനും ത്രിസ്രോവസ്ഥാവിദന്തം 3 അവസ്ഥകളെയും അറിയുന്നവനും ത്രിയുഗ ജനിജുഷം 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും ത്രിക്രമാക്രാന്തവിശ്വം 3 അടികൾ കൊണ്ട് ലോകങ്ങളെ ആക്രമിച്ചവനും ത്രൈകാല്യേ ഭേദഹീനം 3 കാലങ്ങളിലും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും ആയ ഗുരുവായൂരപ്പ, ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. ഗുരുവായൂരപ്പ, അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഭജിക്കുന്നു. ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഭജിക്കുന്നു. അപ്പോൾ ത്രിഗുണാത്മകമായ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നവനും 3 അക്ഷരമുള്ള പ്രണവത്തിന്റെ ഓംകാരത്തിന്റെ മുഖ്യ അർത്ഥമായിരിക്കുന്നവനും 3 മൂർത്തികളും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനും 3 വേദങ്ങളും പാടിപ്പുകഴ്ത്തുന്ന രൂപമാഹാത്മ്യത്തോട് കൂടിയവനും 3 അവസ്ഥകളെയും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങി 3 അവസ്ഥകളെയും അറിയുന്നവനും പിന്നെ ത്രിയുഗ ജനിജുഷം 3 യുഗങ്ങളിലും അവതരിക്കുന്നവനും 3 അടികൾ കൊണ്ട് ലോകങ്ങളെ ആക്രമിച്ചവനും 3 കാലങ്ങളിലും യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനും ആയ ഗുരുവായൂരപ്പ, സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, സർവശക്തനായ ഗുരുവായൂരപ്പ, ത്വാം ത്രിഭി യോഗഭേദൈഹി അനിശം ഭജേ. അങ്ങയെ 3 യോഗങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഭജിക്കുന്നു.